അയ്യോ തോറ്റില്ലടാ. 5-0-0. എടാ 0-0 ആയി പോയില്ലടാ. 0-0-0-0. മമ്മി രക്ഷിക്കേ. എപ്പോ നോക്കിയാലും തല്ലുകൂടാനേ നേരമുള്ളൂ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? മമ്മി കണ്ടില്ലേ ഈ ചേട്ടൻ എന്നെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നേ? നിനക്ക് കിട്ടിയത് 0 അല്ലടാ. ദേ മമ്മി വീണ്ടും കളിയാക്കുന്നു. രണ്ടാളും എന്താന്ന് വെച്ചാ കാണിച്ചോ, പിന്നെ പരാതി പറഞ്ഞോണ്ട് വരാം. ക്യാച്ച് ചെയ്യാൻ വലിയ മിടുക്കനല്ലേ? എങ്കി ഇതൊന്ന് ക്യാച്ച് ചെയ്ത് കാണിക്കി. നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്ത് പറ്റി? എന്ത് പറ്റാൻ മമ്മിയുടെ പുന്നാര മോനോട് ചോദിക്കേ. എന്റെ ഹെൽമെറ്റ് പൊട്ടിച്ചത് കണ്ടോ? മമ്മി ക്യാബ് ബുക്ക് ചെയ്യാൻ കുറച്ച് കാശ് തന്നേ. സയൻസ് പ്രൊജക്ടിന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ പൈസ ഇങ്ങനെ എടുത്തു വെച്ചേക്കല്ലേ. ബിട്ടു ബൈക്കിൽ കൊണ്ടുപോയിക്കോളൂ. ചെല്ലു ബിട്ടു, ഇവനെ ഒന്ന് കൊണ്ടുപോ. ഞാനങ്ങനെ കൊണ്ടുപോകാനാ? മമ്മിയുടെ പുന്നാര മോനെ ഹെൽമെറ്റ് പൊട്ടിച്ചില്ലേ. ഈ പൊട്ടിയ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഞാൻ പോവില്ല. ഇവന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റില്ല, ഇവന് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ എനിക്ക് എന്നെ ജീവൻ വലുതാ. ആ ചെറിയ പൊട്ടല് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മനസ്സിലായോ? നിന്നെ വഴക്ക് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മമ്മി ഇത് കണ്ടില്ലേ ചേട്ടൻ? മതി, എനിക്ക് മതിയായി രണ്ടിന്റെയും തല്ലുകൂടലുണ്ട്. 2-3 ദിവസം പപ്പയുണ്ടാവില്ല. കാർ എടുത്തോണ്ട് പോയിക്കോ. എന്തെടുത്താലും തല്ലുകൂടുന്ന എന്തിനാ? മമ്മി എപ്പോഴും ഇങ്ങനെ അവന്റെ സൈഡ് പിടിച്ചാ മതി. സാറ് വന്നാട്ടെ. ചെല്ല്, എന്തിനാ നോക്കി നിൽക്കുന്നേ? സാറിന് സീൽ ബെറ്റൊന്ന് എടുത്തിടാൻ പറ്റുമോ? അലാറം അടിക്കുന്ന കണ്ടില്ലേ? അയ്യോ എന്തിനാ ഇത്രയും സ്നേഹം? കുറച്ചുകൂടി ശബ്ദത്തിൽ പറഞ്ഞോട് ചേട്ടനെ. ഇന്നലെ എന്നോട് പറഞ്ഞതുപോലെ. പ്ലീസ് ആ സീറ്റ് ബെൽറ്റ് ഒന്ന് എടുത്തിട്ട്. എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ അധിക ദൂരം പോകുന്നില്ലല്ലോ. ഇനി ഇപ്പൊ ഇടിച്ചാൽ തന്നെ നമ്മുടെ വണ്ടിയിൽ എയർ ബാഗ് ഉള്ളതല്ലേ. അപ്പൊ എന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നിനക്ക് വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ആവശ്യമുണ്ട്. നിന്റെ ലൈഫ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനെന്തിനാ ഇന്നലെ തന്നെ വഴക്ക് പറഞ്ഞെന്നറിയാവോ? നീ ചെയ്ത ഒരൊറ്റ കാര്യത്തിന് ചിലപ്പോൾ നമ്മുടെ ഫാമിലി മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഈ സീറ്റ് ബെൽറ്റ് ഇടാറുന്നത് പോലെ. ഇന്നലെ ഹെൽമെറ്റ് കൊണ്ട് തമാശ, ഇന്നത്തെ സീറ്റ് ബെൽറ്റ്. നീ എന്താ കരുതുന്നത്? ഈ ആക്സിഡന്റ് ഒക്കെ മുൻകൂട്ടി പറഞ്ഞിട്ട് വരുന്നതെന്നാണോ? ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് ഇതൊക്കെ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധനങ്ങളാ. ഓ ഒരു മിനിറ്റ്, നിന്നെ എയർ ബാഗ് രക്ഷിച്ചോളൂല്ലോ അല്ലേ? ഈ എയർ ബാഗ്സ് ഒക്കെ സെക്കൻഡറി റെസ്ട്രെയിന്റ് സിസ്റ്റം ആണ്. SRS പ്രൈമറി സീറ്റ് ബെൽറ്റ്സ് ആണ്. ഇനിയിപ്പോൾ സീറ്റ് ബെൽറ്റ്സ് ഇടാതെ എയർ ബാഗ് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് വന്നിടിച്ച് കൂടുതൽ പരിക്കുകൾ പറ്റും. നിനക്കിതുപോലെ മനസ്സിലാവുന്നുണ്ടോ? നീ വലുതായിക്കൊണ്ടിരിക്കുക. ഈ അശ്രദ്ധയൊക്കെ മാറ്റ്. ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്. നീ അതെങ്കിലും ഒന്ന് ചെയ്യേ. നിനക്ക് വേണ്ടതെല്ലാം കിട്ടിയില്ലേ? ആ ഓക്കെ. വന്നോ രണ്ടാളും? എന്തോ ടോമി, എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്റെ ആ പഴയ ഫ്രണ്ടില്ലേ റീന, ഇന്ന് കുറെ നാളുകൂടി അവളോട് സംസാരിച്ചു. അപ്പോഴാ അറിഞ്ഞത് അവളുടെ മോൻ 2 ആഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാന്ന്. എന്തോ ബൈക്കില് എങ്ങോട്ടോ പോകുമ്പോ ആക്സിഡന്റ് ആയതാണത്രേ. ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. തലയ്ക്കാ പരിക്ക് പറ്റിയേ. ബോധം വരാൻ തന്നെ 1 ആഴ്ചയെടുത്ത്. ഇപ്പൊ ഓക്കെ അല്ലേ? ആ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കുന്നൊക്കെയുണ്ട്, സ്വയം ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ചേട്ടാ ഇന്നലത്തെ ഹെൽമെറ്റിന്റെ കാര്യത്തിൽ സോറി. ഹെൽമെറ്റ് എങ്ങനെ അറിഞ്ഞാ ചീത്തയായി പോവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ തെറ്റല്ല. നമ്മുടെ നാട്ടിലെ ആളുകളും സേഫ്റ്റി അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഹെൽമെറ്റ് പോലൊരു ബേസിക് സാധനം അവരുടെ ജീവൻ രക്ഷിക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആളുകൾക്ക് ഒരു ഐഡിയയുമില്ല.
പക്ഷേ ചേട്ടന് ഹെൽമെറ്റിനെ പറ്റിയുള്ള ശ്രദ്ധ കുറച്ച് കൂടുതലല്ലേ? ശ്രദ്ധിക്കാതെ പിന്നെ നീ കേട്ടതല്ലേ റീന ആന്റിയുടെ മോൻ എന്താ പറ്റിയതെന്ന്? അതാ പറയുന്നത് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ISI മാർക്കുള്ള ഹെൽമെറ്റ് വാങ്ങണമെന്ന്. പിന്നെ ഇതുപോലെ റിഫ്ലക്റ്റീവ് സ്ട്രൈപ്സ് ഉള്ള നല്ല ബ്രൈറ്റ് കളർ ഹെൽമെറ്റ് ആണെങ്കിൽ നല്ലത്. പിന്നെ നല്ല ഫിറ്റിംഗ് ഉള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങണം. ഇതെങ്ങനെ ഇത് കണ്ടോ? ഈ ഹെൽമെറ്റ് എൻ്റെ പെർഫെക്റ്റ് സൈസാണ്. വേദന എടുക്കുന്ന അത്രയ്ക്ക് ടൈറ്റും അല്ല, വീണു പോകുന്ന അത്രയ്ക്ക് ലൂസും അല്ല. അപ്പോ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും. എൻ്റെ ലൈഫാണല്ലോ. എൻ്റെ ലൈഫിനെ പറ്റി എന്റെ ചേട്ടാ മതി. ചേട്ടന്റെ ലൈഫിനെ പറ്റി എനിക്കും ചിന്തയുണ്ട്. എന്നാ പിന്നെ തുടങ്ങിയാലോ? എന്തു പറയുന്നു? 0 ചേട്ടാ ഇപ്പൊ ഇച്ചിരി ഓവർ ആവുന്നുണ്ടേ. ഇപ്പൊ ശരിക്കും ഓവർ ആവുന്നുണ്ടേ. എനിക്ക് ദേഷ്യം വരും.